കുറ്റപത്രം നമുക്ക് നോക്കുമ്പോൾ അതിനകത്ത് ഉള്ളതിനകത്ത് ഈ പറയുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് കബളിപ്പിക്കലാണ് എന്നാണ്, പോലീസിനെ കബളിപ്പിക്കാനുള്ള ശ്രമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ആളുകൾ കൂടുതലും ഈ കൊലപാതക കേസിലൊക്കെ പ്രതിയായിട്ടുള്ള ആൾക്കാരെ സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ആയിരിക്കും കോടതിയിൽ വരുമ്പോൾ. അത് കോടതിയുടെ അതായത് ഏതോ കാലഘട്ടത്തിൽ ആരോ പറഞ്ഞു വെച്ചൊന്നാണ്. അതായത് പ്രതി എപ്പോഴും വൈറ്റ് ആൻഡ് വൈറ്റ് ആയിട്ട് വന്നിരിക്കണം, എങ്കിൽ മജിസ്ട്രേറ്റിനൊരു ജഡ്ജിക്കൊരു അലിവ് ഇവൻ നല്ലവനായി എന്നൊരു തോന്നലുണ്ടാകണമെങ്കിൽ വൈറ്റ് ആൻഡ് വൈറ്റ് എന്ന്. ശരിക്കും പറഞ്ഞാൽ അങ്ങനൊന്നുമില്ല. മജിസ്ട്രേറ്റിന് അങ്ങനെ ഒരു ചിന്തയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ജഡ്ജിമാരെന്ന് അവർ തെളിവും സാഹചര്യ തെളിവും കാര്യങ്ങളും തെളിവുകളും എല്ലാം ശേഖരിച്ചു കൊണ്ടുവരുന്ന സാധനത്തിന് അത് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. ഒരു റിപ്പോർട്ട് കുറ്റപത്രം എന്താണ്, കുറ്റപത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തുന്ന കുറ്റപത്രത്തിന്റെ പില്ലറുകൾ കറക്റ്റ് ആണോ എന്നുള്ളതാണ് ജഡ്ജി നോക്കുന്നത്. ആ പില്ലറിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് വീഴ്ചയുണ്ടെങ്കിൽ കേസിൽ എന്തുകൊണ്ട് അത് അങ്ങനെ സംഭവിച്ചു എന്നുള്ളിടത്ത് നിന്ന് കോടതിയുടെ ചോദ്യങ്ങൾ ആരംഭിക്കും. അങ്ങനെയാണ്. അല്ലാതെ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ടോ ചന്ദനക്കുറി ഇട്ടിട്ട് അവിടെ ചെന്ന് ഒരു കാര്യവുമില്ല. അത് കേൾക്കുന്ന ഏതെങ്കിലും കേസിലെ പ്രതികളുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സാധനമാണ്. വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ മാറ്റിക്കോ, അതിലൊന്നും ഒരു കാര്യമില്ല. അതുപോലെ തന്നെ ചില അഡ്വക്കേറ്റ്സ് പറഞ്ഞു കൊടുക്കും, ഈ ഷർട്ടിന്റെ ബട്ടൺസ് ഉണ്ടല്ലോ, ഇതൊക്കെ ഇട്ടിട്ട് വന്നിരിക്കാൻ പറയും. അതിലും കാര്യമില്ല.